ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ കൂടെ ഇന്നുള്ളത് സ്കോഡ സ്ലാവിയാണ്. അപ്പോൾ ഇതും കൊണ്ട് വരാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്നത് ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആണ്. ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഒരു ടോപ്പ് എൻഡ് വാഹനത്തിൽ വരുന്ന ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഈ ഒരു മാസം, ഈ ഒരു ഡിസംബർ മാസമാണെങ്കിൽ ഈ ഒരു വേരിയൻറ്റിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഇത്രയും ഓഫേഴ്സ് കിടപ്പുണ്ട്, അതേപോലെ തന്നെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു സ്കോഡയുടെ ഒരു സ്ലാവി എന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1 ലിറ്ററാണ്. ഇതിൻ്റെ ഒരു എഞ്ചിൻ ഓപ്ഷൻ വരുന്നത്. ഈ ഒരു സിഗ്നേച്ചർ എന്നാണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ പേര് വരുന്നത്. ഇത് 1 ലിറ്ററാണ് വരുന്നത്. മാനുവലും ഓട്ടോമാറ്റിക്കലും നമുക്കൊരു വാഹനം അവൈലബിൾ ആണ്. മാനുവലാണെങ്കിൽ 17,14,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണെങ്കിൽ 18,74,000 രൂപയും നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന ഓൺ റോഡ് പ്രൈസിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഇനി ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു മാനുവൽ വേരിയൻറ്റ് ചൂസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു കസ്റ്റമർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 ലക്ഷം, അതായത് 1.5 ലക്ഷം എന്ന് പറയാൻ പറ്റില്ല, 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഓഫേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ക്യാഷ് ഓഫർ മാത്രം നിങ്ങൾക്ക് ഏകദേശം 60,000 രൂപ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ കോർപ്പറേറ്റ് ഓഫറുടെ 40,000 വരുന്നുണ്ട്, എക്സ്ചേഞ്ച് ബോണസ് 40,000 നമുക്ക് വരുന്നുണ്ട്. ഇത് കൂടാതെ 2 വർഷത്തെ സർവീസ് പാക്കേജ് കൂടി അവർ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ഈ സർവീസ് പാക്കേജ് കൂടെ ഞാൻ ഓൾറെഡി 60,000 ക്യാഷ് ഓഫർ പറഞ്ഞു. ആ ഒരു ക്യാഷ് ഓഫർ കൂടാതെ തന്നെ ഇൻഷുറൻസ് ഡിസ്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ഒരു ക്യാഷ് ഓഫർ കൂടി നിങ്ങൾക്ക് കിട്ടും. അത് ഏകദേശം എനിക്ക് തോന്നുന്നു 30-40 റേഞ്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ ക്യാഷ് ഓഫർ മാത്രം നമുക്ക് ഏകദേശം 1 രൂപയ്ക്ക് അടുത്ത് നമുക്ക് ക്യാഷ് ഓഫർ മാത്രം ഇതിൻ്റെ മാനുവൽ വേരിയൻ്റ് ഇടുന്ന കസ്റ്റമേഴ്സിന് കിട്ടും. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ക്യാഷ് ഓഫറായിട്ട് 80,000 രൂപയാണ് ഇട്ടേക്കുന്നത്. 40,000 കോർപ്പറേറ്റ് ഓഫറും 60,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടോട്ടൽ അത് നമ്മൾ കണക്കൂട്ടിയാൽ തന്നെ ഏകദേശം 1,80,000 രൂപ വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ആ ഒരു സർവീസ് പാക്കേജ് കിട്ടും. ആ ഒരു ഇൻഷുറൻസ് ഡിസ്കൗണ്ട് കൂടി എനിക്കൊന്ന് ഏകദേശം 40 രൂപയ്ക്ക് അടുത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഇതിൻ്റെ ഒരു ഓഫറായിട്ട് ഇട്ടേക്കുന്നത്. അതായത് ക്യാഷ് ഓഫർ മാത്രം ഞാൻ നോക്കിയിട്ട് എങ്ങനെ പോലെ ഒരു 1.25 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ ഈ പറഞ്ഞ ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്ക് കുറയുന്നതായിരിക്കും. പിന്നെ ബാക്കി എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഷോറൂമായിട്ട് സംസാരിക്കും. ഞാൻ താഴെ ഒരു നമ്പർ നൽകിയിട്ടുണ്ട്. ആ ഒരു നമ്പറായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. വേറെ വെയിറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ പിന്നൊരു കാര്യം എടുത്ത് പറയേണ്ടത്, നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പെയിൻറ്റ് വാറണ്ടി ആയിട്ട് 6 വർഷത്തെ വാറണ്ടി നൽകുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ 4 വർഷത്തെ വാറണ്ടി ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കുറേ ആനുകൂല്യങ്ങളുണ്ട് ഈ ഒരു വാഹനം ഇപ്പോൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പ്രൈസ് പറഞ്ഞു, മാനുവൽ ആണെങ്കിൽ 17,14 ഓട്ടോമാറ്റിക്കിന് 18,74 ഓൺ റോഡ് വരുന്നത്. അതിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞ 2.5 ലക്ഷം രൂപയുടെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നത്. എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 60,000 എക്സ്ചേഞ്ച് ബോണസ് തന്നെ കിടപ്പുണ്ട്. ഒരു പഴയ 800 ഒരു ഓൾട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 6 മാർക്കറ്റ് വിലയുടെ ഇരട്ടി പൈസ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ക്യാഷ് ഓഫർ മാത്രം 1.25 ലക്ഷം രൂപയും വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഓഫേഴ്സ് കളയാതിരിക്കാൻ നോക്കുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേരിയൻറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതൊരു സെഡാൻ വാഹനമാണ് കിടക്കുന്നത്. ഇന്നത് ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹുഡിനെ പൊളിച്ച് നല്ല അത്യാവശ്യം നല്ല ക്യാരക്ടർ ലൈനൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു ക്യാരക്ടർ നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടി. സ്കോഡ ലോഗോ വരുന്നുണ്ട്. ആ ഒരു ഗ്രില്ലിൽ നമുക്ക് ചുറ്റും ക്രോം എലമെൻറ്റ് നൽകിയിട്ടുള്ളതാണ്. അത് മാത്രമല്ല ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു ഗ്രിൽ യൂണിറ്റ് കമ്പനി നൽകി. താഴ്ഭാഗത്ത് അത്യാവശ്യം എയർ ഡാം യൂണിറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലാണ് വരുന്നത്. ആ ഒരു ഹണിക്കോം പാറ്റേൺ ഒരു ഡിസൈൻ എലമെൻറ്റ് നമുക്ക് അവിടെ കാണാം. ഹെഡ്ലാമ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് DR നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ഹെഡ്ലാമ്പിനോട് ചേർന്ന് തന്നെയാണ് ആ ഒരു ടേൺ ഇൻഡിക്കേറ്റർ നൽകിയത്. നോർമലി വരുന്ന ഹാലജൻ ടൈപ്പ് ഹെഡ്ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. താഴ്ഭാഗത്ത് ഫോഗ് ലാമ്പും നമുക്ക് അവൈലബിൾ ആണ്. ഫോഗ് ലാമ്പ് നോർമലി ഹാലജൻ ടൈപ്പ് തന്നെയാണ്. ഈ ഒരു വാഹനത്തിൽ നമുക്കിപ്പോൾ ഒരു പോരായ്മയായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെഡ്ലാമ്പിന് മാത്രമേ ഉള്ളൂ. ഹാലജനാണ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ആവശ്യമെന്നുണ്ടെങ്കിൽ LED ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങി വെക്കാവുന്നതാണ്. ഒറിജിനൽ ഹെഡ്ലാമ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാനായിട്ട് വരുന്നില്ല. നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ അത്യാവശ്യം നല്ല ക്യാരക്ടർ ലൈൻസൊക്കെ നമുക്ക് ആ സൈഡ് പോർഷനുകൾ കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ആ ഒരു കീലെസ് എൻട്രി ഓപ്ഷൻ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഡോർ ഹാൻഡിൽ തന്നെ ചെറിയൊരു ക്രോം എലമെൻറ്റ് കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും കാര്യങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ടിൻ്റെ പോർഷനായിട്ട് സ്കോഡയുടെ ഒരു ബാഡ്ജിങ് കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. അലോയ് വീൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ, ഒരു സെക്കൻഡ് വേരിയൻറ്റ് തന്നെ അലോയ് വീൽ നൽകിയിട്ടുണ്ട്. ഒരു സിൽവർ ഫിനിഷിലാണ് നമുക്ക് ആ അലോയ് വീൽ നൽകിയിട്ടുള്ളത്. 16 ഇഞ്ചാണ് ടയർ സൈസ്. 205/55 R16 ആണ് ഇതിൻ്റെ ഒരു ടയർ പ്രൊഫൈൽ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ക്യാരക്ടർ ലൈൻസൊക്കെ നമുക്ക് ആ ഒരു സൈഡ് പോർഷനിലൊക്കെ നൽകിയിട്ടുള്ളതാണ്. വേറെ ഒരുപാട് ക്രോം എലമെൻറ്റുകൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒരു സൈഡ് പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടില്ല. ആ ഒരു റിയർ സൈഡിൽ വരുന്ന ക്യാരക്ടർ ലൈൻസൊക്കെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാർപ്പിൻ ആൻഡിനാണ് ഈ ഒരു വേരിയൻറ്റിന് നൽകിയിട്ടുള്ളത്. സ്കോഡയുടെ ഒരു ബ്രാൻഡിങ് ആ ഒരു പോർഷനിലാണ് നൽകിയിട്ടുണ്ട്. വേരിയൻറ്റിൻ്റെ പേരുകൾ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു വാഹനത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. സ്ലാവി എന്നൊരു നെയിം ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. ടെയിൽ ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് കാണാം. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് സെൻസർ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ. അത് മാത്രമല്ല റിവേഴ്സ് ക്യാമറയും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ഷാർപ്പിൻ ആൻഡിനൊക്കെ നൽകിയിട്ടുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. ഹൈ മോഡ് സ്റ്റോപ്പിലും ഡിഫോഗർ ലൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്.
ഒരു കാര്യം അറിയാവുന്നതാണ്, ഈ ഒരു സെഡാൻ ടൈപ്പ് വാഹനങ്ങളിൽ ബൂട്ട് സ്പേസ് നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധ്യതയുണ്ട്. അത് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാം. പക്ഷേ ഇതിനകത്ത് വരുന്ന സമയത്ത് 521 ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. സീറ്റ് വേണ്ട 60-40 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല ഇവിടെ നല്ല ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. ചില വാഹനങ്ങളൊക്കെ അവിടെയൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കത്തില്ല, പക്ഷേ ഈ ഒരു വാഹനത്തിൽ നല്ല രീതിയിലുള്ള ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ടാണ് സ്പെയർ ടയറും കാര്യങ്ങളൊക്കെ കമ്പനി പ്ലേസ് ചെയ്ത് കണ്ട. ഈ ഒരു പോർഷനിലായിട്ട് സ്പെയർ ടയർ നമുക്ക് അലോയിലൊന്നും കിട്ടുകയില്ല. നോർമലി വരുന്ന ടയർ സൈസാണ് 195/65 ആണ് നൽകിയിട്ടുള്ളത്. ആ ഒരു പോർഷനായിട്ട് സ്പെയർ ടയറും കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ കാര്യങ്ങൾ നമുക്ക് ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയാനായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്കിനി അകത്തേക്ക് വരാം. കീലെസ് എൻട്രി ഓപ്ഷൻ വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. ആ ഡോർ പാഡ് നോക്കുന്ന സമയത്ത് നമുക്ക് 2 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് ആ ഒരു ഡോർ പാഡിൽ കാണുന്നത്. ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട്, ചെറിയ ലൈറ്റ് കളർ തീം കൂടി നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. 4 ഡോർ പവറിൻ്റെ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു മിറർ നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. അകത്തേക്ക് നോക്കുന്ന സമയത്ത് സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ സ്റ്റിയറിംഗ് നമുക്ക് ടിൽ ആൻഡ് ടെലസ്കോപ്പിക്കാണ് നൽകിയിട്ടുള്ളത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് നൽകിയിട്ടുള്ളത്. ലെതർ റാപ്പിഡാണ് സ്റ്റിയറിംഗ് വീല് വരുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് ഈ കിടക്കുന്നത്. ഇതിനകത്ത് പാഡൽ ഷിഫ്റ്റ് നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു AC വേരിയൻറ്റിന് ചുറ്റും നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻ്റൊക്കെ ആ ഒരു AC വേരിയൻറ്റിന് ചുറ്റും നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അകത്തേക്ക് ജസ്റ്റ് നമുക്കൊന്ന് ഇരിക്കാം. ഈ ഒരു വേരിയൻറ്റ് നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അതും ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. 6 എയർ ബാഗ് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഈ ഒരു സ്റ്റിയറിങ്ങിന് ചുറ്റും നൽകിയിട്ടുള്ള ആ ഒരു ക്രോം എലമെൻറ്റ്സ് ഒക്കെ കണ്ടോ, നല്ല രസമുണ്ട് അതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് ഓണാക്കാം. കണ്ടോ, ഈ രീതിയിലാണ് നമുക്ക് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ആ ഒരു വ്യൂ നൽകിയിട്ടുള്ളത്. ഫുള്ളി ഡിജിറ്റലൊന്നുമല്ല, ഒരു ഡാർക്ക് ഫിനിഷിൽ തന്നെയാണ് അത് നൽകിയിട്ടുള്ളത്. ജസ്റ്റ് ഡോർ നമുക്ക് അടച്ചേക്കാം. അതിൻ്റെതാണ് സൗണ്ട് കേൾക്കുന്നത്. ഈ ഒരു പോർഷനിലായിട്ട് ആ ഒരു ഹെഡ്ലാമ്പിൻ്റെ കൺട്രോൾസ് ആ ഒരു പോർഷനിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല ഈ ഒരു വേരിയൻറ്റിനുള്ളിൽ നമുക്ക് ആംബിയൻ ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. അതുപോലെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അത് ആൻഡ്രോയിഡ് ആപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. റിവേഴ്സ് ക്യാമറയും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള HD ക്ലാരിറ്റിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു റിവേഴ്സ് ക്യാമറയിൽ കമ്പനി നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കാണ് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇൻബിൽഡായിട്ട് ഒരു എയർ പ്യൂരിഫയർ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വരുന്നത്. ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഡോറ് ലോക്ക് അൺലോക്ക് തുടങ്ങിയ കൺട്രോൾസ് കൂടിയാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞു. 6 സ്പീഡാണ് ഇതിൻ്റെ ഒരു ഗിയർ ബോക്സ് നൽകിയിട്ടുള്ള. ഐഡിയൽ സ്റ്റാർട്ട് ഷോപ്പിൻ്റെ കൺട്രോളാണ് ഈ ഒരു പോർഷനിലായിട്ട് കമ്പനി പ്ലേസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഒരു ചാർജിങ് സോക്കറ്റാണ് ഈ ഒരു പോർഷനിലായിട്ട് അവൈലബിൾ ആണ്. ആംബ്രസ്റ്റ് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡർ അവൈലബിൾ ആണ്. അതിനുള്ളിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു പോർഷനിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതായത് ഫോണോ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെക്കാനായിട്ട് സാധിക്കും. കൂൾഡായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ഒരു ബ്ലാക്ക് 1-2 കളേഴ്സിന് കോമ്പിനേഷൻ ആണെന്ന് എടുത്ത് പറയേണ്ടതായിട്ട് വരും. ബ്ലാക്ക് വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു ഗ്ലോസി എലമെൻറ്റ്, ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. അവിടെ ചെറിയൊരു കട്ടിങ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. സീറ്റ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു എന്താ പറയുക അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് ഫ്രണ്ടിൽ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സപ്പോർട്ട് കിട്ടുന്ന സീറ്റ് കൂടിയാണ് വരുന്നത്. ടോപ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ മിറർ വരുന്നുണ്ട്. അതേപോലെ തന്നെ സൺഗ്ലാസ് ഹോൾഡർ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു മിറർ നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യണം. 2 LED ലൈറ്റ്സ് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ടിലായിട്ട് തന്നെ 2 ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ടിക്കറ്റ് ഹോൾഡറാണ് ഈ ഒരു പോർഷനിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകി. പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, ഇൻബിൽഡ് എയർ പ്യൂരിഫയർ വരുന്നുണ്ട്, ആംബ്രസ്റ്റ് വരുന്നുണ്ട്, കപ്പ് ഹോൾഡർ നമുക്ക് അവൈലബിൾ ആണ്, ടിൽ ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്, ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, ആംബിയൻ ലൈറ്റിംഗ്, അതേപോലെ തന്നെ അകത്ത് ഇതാണ്ട് ഇവിടെ കൂൾഡായിട്ടുള്ള ഗ്ലോ ബോക്സ് വരുന്നു. അപ്പോൾ ഒരുവിധം എന്തൊക്കെയാണോ ഒരു ഫുൾ ഓപ്ഷനിൽ വരുന്നത് അത്രത്തോളം ഫീച്ചേഴ്സ് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ റിയർ സീറ്റിലേക്ക് വരുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ റിയർ AC വെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല ആ ഒരു പോർഷനിൽ 2 C ടൈപ്പ് ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ആംബ്രസ്റ്റ് കൂടി ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. കാല് തട്ടുന്ന ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആ ഡോർ പാഡിൽ നൽകിയിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ ഒരു പോർഷനിലേക്കായിട്ട് കമ്പനി യൂസ് ചെയ്ത സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ. ആ ഒരു പോർഷനിൽ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ക്രോം എലമെൻ്റ് ആണ് ആ ഒരു പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു സെക്കൻഡ് റോയിലും കമ്പനി നൽകിയിട്ടുണ്ട്. എഞ്ചിൻ റൂം ഞാൻ ജസ്റ്റ് തുറന്ന് കാണിക്കാം. അപ്പോൾ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് നമുക്കിതിനകത്ത് 1 ലിറ്റർ ആണ് എഞ്ചിൻ എന്ന് ഞാൻ പറഞ്ഞു. 1 ലിറ്റർ ആണ് എഞ്ചിൻ ഓപ്ഷൻ നൽകിയത്. 3 സിലിണ്ടറാണ്. 115 PS 178 Nm ആണ് ഇതിൻ്റെ ടോർക്ക് വരുന്നത്. 6 സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത്. മാനുവലും ഓട്ടോമാറ്റിക്കും നമുക്ക് 6 സ്പീഡ് തന്നെയാണ് വരുന്നത്. ഏകദേശം ഒരു 20 കിലോമീറ്റർ എഞ്ചിനാണ് കമ്പനി പറയുന്ന മൈലേജ്. ടെർബോ ആണ് എഞ്ചിൻ വരുന്നത്. അതായത് 178 Nm ടോർക്ക് തന്നെ നമുക്ക് ഒരു
വാഹനത്തിന് നമുക്ക് അവൈലബിൾ. ഇൻസുലേഷൻ കാര്യങ്ങൾ നൽകിയിട്ട്, കാര്യം പെട്രോൾ എഞ്ചിനാണ്, അപ്പോൾ ഞാൻ ഇൻസുലേഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ കണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഫ്രണ്ട് നോക്കിയാൽ DRL വരുന്നുണ്ട്, അലോയ് വീൽ വരുന്നുണ്ട്, അതുപോലെ ബൂട്ട് സ്പേസ് നല്ല രീതിയിൽ വരുന്നുണ്ട്. അകത്തേക്ക് വന്നതിൽ ക്രൂയിസ് കൺട്രോൾ നമുക്ക് അവൈലബിൾ ആണ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, ഇൻബിൽഡ് ആയിട്ട് വരുന്ന എയർ പ്യൂരിഫയർ നമുക്ക് അവൈലബിൾ ആണ്, ആംബ്രസ്റ്റ് അവൈലബിൾ ആണ്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, പെഡൽ ഷിഫ്റ്റ് അവൈലബിൾ ആണ്, റിയർ AC വെന്റ്, ചാർജിങ് സോക്കറ്റ്, ആംബ്രസ്റ്റ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അപ്പം ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീൽ, ടിൽ ആൻഡ് ടെലസ്കോപ്പിക് ആയിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഒരു ടോപ്പ് എൻഡിൽ വരുന്നത്, അത്രത്തോളം ഫീച്ചേഴ്സ് ഈ ഒരു സ്ലാവിയ എന്ന വാഹനത്തിൻ്റെ സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു വാഹനം നോക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റ് പരിഗണിക്കാവുന്നതാണ്. അത്രത്തോളം ഫീച്ചേഴ്സ് വരുന്ന വാല്യൂ ഫോർ മണി ആയിട്ട് പറയാൻ പറ്റിയ ഒരു വേരിയൻറ്റ് തന്നെയാണ് ഈ കിടക്കുന്ന സ്ലാവിയുടെ സെക്കൻഡ് വേരിയൻറ്റ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.